ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് എവരി ഓൾ. അപ്പം നമ്മൾ ചെറിയൊരു കോതമംഗലം യാത്രയായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ പോകുന്ന വഴി ഒന്ന് ക്ഷേത്രത്തിലൊന്ന് കയറണം. ഇതിപ്പോൾ ചിങ്ങമാസമാണല്ലോ, ഇതുവരെ ഒന്നും ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. ഒന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഓർത്തിട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ടൗണായ അടിവാട് എത്താറായിട്ടുണ്ട്. ഇനി അടിവാട് ചെന്നിട്ട് വേണം, കുത്തൂഴ് റൂട്ട് വേണം കയറി പോകാനായിട്ട്. അവിടെ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ കുത്തൂരിലുള്ള ശ്രീ മധുര മീനാക്ഷി അമ്മൻ കോവിൽ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞപ്പോഴാണ് എത്താൻ പറ്റിയത്. അന്ന് കയറാൻ പറ്റിയില്ല. ചുമ്മാ അന്നും ഇതേപോലെ പോയപ്പോൾ ഒന്ന് കയറാൻ പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ അന്ന് തൊഴാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ കയറിയതാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രം. ഇത് നമ്മുടെ കോതമംഗലം മൂന്നാർ റൂട്ടിലാണ് വരുന്നത്, കുത്തൂഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ക്ഷേത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ഷേത്രം. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് പുതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ അമ്മ ആണ്. പിന്നെ അത് തന്നെയല്ല, വിഘ്നേശ്വരനുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, മഹാദേവനുണ്ട്, ഭദ്ര, ദുർഗ, അങ്ങനെ എല്ലാ ഇതോടും കൂടിയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കേട്ടോ. നല്ലൊരു ക്ഷേത്രമാണ്. അപ്പം നമ്മളിവിടെ ദീപാരാധന തൊഴുതിട്ട് ഒരു ചെറിയ പുഷ്പാഞ്ജലിക്ക് എഴുതാൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മൾ വന്നപ്പോൾ ഞാൻ ഓർത്തു വൈകിട്ടായതുകൊണ്ട് ഇനി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരില്ലായിരിക്കും. എപ്പോഴാണ് പറഞ്ഞത് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരാറ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിപ്പിക്കാനായിട്ട് നിൽക്കുക, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് കോതമംഗലത്തുള്ള ബ്ലോസത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. വൈഫിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കരുതാണ് കേട്ടോ. ഇതിപ്പോൾ മേടിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഇനി ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് മൂലൻസ് വരെ പോകണം. മൂലൻസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ടോ. അപ്പോൾ ബ്ലോസം വരുന്നത് നമ്മുടെ കോതമംഗലത്ത് പുതിയ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റുഡിയോയുടെയൊക്കെ ആ സൈഡിൽ തന്നെ ആയിട്ട് വരുന്നത് ബ്ലോസം. നമ്മളങ്ങനെ മൂലൻസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. മൂലൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ച് വേറൊരിടത്തും വൈഫ് വേറൊരിടത്തുമായിട്ട് കറങ്ങി നടക്കുവാണ്. കൊച്ചാണ് ഈ വരുന്നത്. കൊച്ച് എന്തൊക്കെയോ സാധനങ്ങൾ പറക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കുത്തിയൊക്കെ നടക്കണതാണ്. എന്തൊക്കെയോ പറക്കിയെടുക്കാനുള്ള പരിപാടിയുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉടുപ്പിയിൽ വന്ന് നെയ് റോസ്റ്റ് പിന്നെ ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും. ഓക്കെ ഗൈസ്, അപ്പം ഞാനിന്ന് രാവിലെ തന്നെ സൈറ്റിൽ വന്നിട്ട് ഇവിടെ നള റെസ്റ്റോറൻറ്റിൽ കയറി, നള ഇൻ്റർനാഷണലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കും. നമ്മുടെ സൈറ്റ് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ സൈറ്റിൽ നിന്ന് നടന്ന് നള ഇൻ്റർനാഷണലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ ഇവിടെ ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലൊരു ഫിഷ് ഹബ്ബ് ഉണ്ട്. വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ പച്ചമീൻ സ്റ്റാൾ. അപ്പോൾ മീനൊക്കെ ഇഷ്ടംപോലെ മേടിക്കണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാൻ വീട്ടിലോട്ട്. അപ്പോൾ ഇതാണ് നള ഇൻ്റർനാഷണൽ എയർ സൂട്ട്സിൻ്റെയാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം കേട്ടോ. എന്നാ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ അപ്പം ഉണ്ടോ പൊറോട്ട ഉണ്ടോ എന്നാ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ കഴിക്കാൻ കയറാം. ഓക്കെ, ഇവിടെ കയറിയപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ളത് പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നെയ് റോസ്റ്റും മസാല ദോശയ്ക്കാണ്. അതെനിക്ക് താല്പര്യമില്ലാത്ത കാരണം പൊറോട്ട ഇടം മേടിച്ച് കഴിച്ച്. പൊറോട്ടയുടെ കൂടെ മുട്ടക്കറി പറഞ്ഞു. അപ്പോൾ മുട്ടക്കറിയുടെ കൂടെ 2 പൊട്ടയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഫുഡായും കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 195 രൂപ ബില്ലായി. മുട്ടക്കറിയിൽ 2 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നള ഇൻ്റർനാഷണൽ എയർ സൂട്ട്സിൻ്റെയാണ്. AC കോൺഫറൻസ് ഹാളുണ്ട്, ബാൻക്വറ്റ് ഹാളുണ്ട്, എല്ലാം AC ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് ഈ പാലം കണ്ടോ. കഴിഞ്ഞ സേതോ വണ്ടി രാത്രി വന്ന് ഇടിച്ച് തകർത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പാലം ഉള്ളതുകൊണ്ട് താഴേക്ക് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇടിച്ച് മൊത്തം തകർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേണ്ട, ഈ കിടന്ന് നമ്മുടെ അമ്മാമ്പുള്ളിയാണേ. അമ്മാമ്പുള്ളി ഇപ്പോൾ ലോട്ടറി കച്ചവടം കാര്യങ്ങളായിട്ട് പോകണത്. അതാ സൈക്കിളിൽ പോകണതാണ്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല, ചെല്ലുന്നിട്ട് വേണം വർത്താനം പറയാനായിട്ട്. ലോട്ടറി കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കണതാണ്. പുള്ളിക്കാരൻ നല്ലൊരു മരാശേരി ആയിരുന്നു. പുള്ളിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അറ്റാക്ക് വന്നു. അതോടുകൂടി മരപ്പണി എല്ലാം നിർത്തി ഇപ്പോൾ ലോട്ടറി കച്ചവടമായിട്ട് നടക്കും. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം ഇന്നലെ തൊട്ട് തുടങ്ങിയ കറക്കാണ്. ഇന്നിപ്പോൾ കൊച്ചിനെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ച് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്ലോഗ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.